Let's see the next question. Consider the following statements. ഇത് അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, the amount of dust particles in atmosphere is more in subtropical and temperate regions than in equatorial and polar regions. Statement 2, subtropical and temperate areas have very less dry winds. ഈ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വെൻ യു ഗോ ത്രൂ ദി സ്റ്റേറ്റ്മെന്റ് യു ഷുഡ് ചെക്ക് വെദർ എനി ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ നമ്മൾ ഫസ്റ്റ് നോക്കുക. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ഗോട്ട് ദി ആൻസർ ഡയറക്ട്ലി. കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരാറില്ല. 1 തെറ്റാണെങ്കിൽ യു ക്യാൻ മാർക്ക് ഡി, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെങ്കിൽ യു ക്യാൻ മാർക്ക് സി. രണ്ടും ശരിയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർ തമ്മിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ ദി എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇസ് മോർ ഇൻ സബ്ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയാസ് ദാൻ ഇൻ ഇക്വറ്റോറിയൽ ആൻഡ് പോളാർ ഏരിയാസ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതൽ ഇക്വറ്റോറിയൽ പോളിനേക്കാൾ കൂടുതൽ സബ്ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ഭാഗത്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോളാർ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ബേസിക്കലി കംപ്ലീറ്റ്ലി സ്നോ കവേർഡ് ആണ്. ഡസ്റ്റ് പാർട്ടിക്കിളിന് പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ഇക്വറ്റോറിയൽ റീജിയൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇക്വറ്റോറിയൽ റീജിയനെ പറ്റി നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്താ, ദ റീജിയൻ ഓഫ് ഹൈ ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ഹൈ റെയിൻഫാൾ. ഓൾമോസ്റ്റ് എവറി ആഫ്റ്റർനൂൺ റെയിൻഫാൾ ഉള്ള ഭാഗമാണ് ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ നാട്ടിൽ പൊടി ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെള്ളം നനച്ചിടുക എന്നുള്ളതാണ്. വെള്ളം നനച്ചിടുമ്പോൾ എന്ത് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഹെവി ആവും. അത് മാത്രമല്ല ഇവർ സ്റ്റിക്കി ആവും. അപ്പോൾ അവർ പറന്ന് നടക്കില്ല, നിലത്ത് സെറ്റിലാവും. അപ്പോൾ എപ്പോഴും മഴ കിട്ടുന്ന ഇക്വറ്റോറിയൽ ഭാഗത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കുമോ? അല്ല, കുറവായിരിക്കും. പോളാർ ഭാഗത്തോ? അവിടെയും കുറവായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? ടെമ്പറേറ്റ് ഭാഗത്തും സബ് ട്രോപ്പിക്കൽ ഭാഗത്തും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ലോജിക്കലി കറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഏരിയാസ് ഹാവ് ലെസ് ഡ്രൈ വിൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഡ്രൈ വിൻസ് ഉള്ളപ്പോഴല്ലേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതൽ പറന്ന് നടക്കുക. മോയ്സ്ചർ റിച്ച് വിൻഡ് ആകുമ്പോൾ ബേസിക്കലി ഡസ്റ്റ് പാർട്ടിക്കിൾ അധികം ക്യാരി ചെയ്യില്ല. ഡ്രൈ വിൻഡ്, പൊടിക്കാറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള വിൻഡല്ലേ പൊടിക്കാറ്റ് വീശുന്നത്. സോ ഡ്രൈ വിൻഡ് സബ് ട്രോപ്പിക്കലിലും ടെമ്പറേറ്റ് റീജിയനിലും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അവിടെ പൊടി കൂടുതലായിരിക്കും, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അവിടെ ഡ്രൈ വിൻഡ് കുറവായിരിക്കും. രണ്ടും കോൺട്രഡിക്റ്റിംഗ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമുക്ക് കിട്ടി. ഇത് കോൺട്രഡിക്റ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? തെറ്റായിരിക്കും. അവിടെ ലെസ് ഡ്രൈ വിൻഡ് ആയിരിക്കില്ല, അവിടെ ഡ്രൈ വിൻഡ് നല്ലവണ്ണം ഉണ്ടാവും കമ്പയർഡ് ടു ഇക്വേറ്റർ ആൻഡ് പോൾസ്. പോൾസ് ഞാൻ പറയുന്നില്ല, ഇക്വേറ്ററിനേക്കാൾ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. സോ ആൻസർ ഇസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ജോഗ്രഫി. നമുക്ക് വേണമെങ്കിൽ ജിയോമോർഫോളജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇതും ഒരു 3 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എഫക്ട് ഓഫ് വാട്ടർ ഓൺ റോക്സ്, chalk is known as a very permeable rock, whereas clay is known as quite an impermeable or least permeable rock. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് അധികം ആലോചിക്കേണ്ടി വരില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ് അല്ലേ? കാരണം വെച്ചാൽ അത് റോങ് എന്നുള്ള ഓപ്ഷനില്ല. അപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? എഫക്ട് ഓഫ് വാട്ടർ ഓൺ റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ചോക്ക് വെരി പെർമിബിൾ റോക്ക് ആണ്, ക്ലേ ഈസ് ക്വൈറ്റ് ആൻഡ് ഇൻപെർമിബിൾ ഓർ ലീസ്റ്റ് പെർമിബിൾ റോക്ക് ആണ്. ക്ലേയിൽ കുറച്ച് പെർമിബിലിറ്റി ഉണ്ടാവുള്ളൂ. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഇറങ്ങിപ്പോകുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ചോക്ക് ഈസ് പോറസ് ആൻഡ് ഹെൻസ് ക്യാൻ അബ്സോർബ് വാട്ടർ. അത് തന്നെയല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? പെർമിയബിൾ ആണ്, വെള്ളം ഇറങ്ങിപ്പോവും. പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾസ് ഉണ്ട്. ഹോൾസ് ഉള്ളത് കൊണ്ടാണല്ലോ ബേസിക്കലി വെള്ളം ഇറങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നു പറയുന്നതും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ബൈ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 3 നോക്കൂ, ക്ലേ ഇസ് നോട്ട് അറ്റ് ഓൾ പോറസ്. വളരെ എക്സ്ട്രീം ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലേ എന്ന് പറയുന്നത് പോറസേ അല്ല. ഓക്കെ, സോ നോക്ക്, ക്ലേ ഈസ് ക്വയറ്റ് ആൻഡ് ഇംപെർമിയബിൾ ഓർ ലീസ്റ്റ് പെർമിയബിൾ റോക്ക് എന്ന് പറയുന്നു. ഓർ ലീസ്റ്റ് പെർമിയബിൾ എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അതായത് പെർമിയബിലിറ്റി കുറഞ്ഞ ഒന്നാണ് ക്ലേ എന്നാണ് പറയുന്നത്, പെർമിയബിലിറ്റി ഇല്ലാത്ത ഒന്നാണ് ക്ലേ എന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? ക്ലേക്ക് ഒട്ടും പോറസ് അല്ല, അതിൽ ഒട്ടും വെള്ളം ഇറങ്ങില്ല എന്നുള്ളത്. സോ ദിസ് ഇസ് ആൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. സോ വി ക്യാൻ കൺസിഡർ 3 ടു ബി റോങ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇറ്റ് ഇസ് എക്സ്പ്ലെയിനിങ് സ്റ്റേറ്റ്മെന്റ് 1. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താ? ഓൺലി 1 ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് 2 and 3 ഈസ് കറക്റ്റ് ആൻഡ് ദാറ്റ് എക്സ്പ്ലെയിൻസ് സ്റ്റേറ്റ്മെന്റ് 1. സി ആണ് ആൻസർ വരിക. ഓക്കെ, താങ്ക് യു.